മുത്തശ്ശിയുടെ കയ്യും പിടിച്ച് തന്റെ സഹോദരന്മാരുടെ ഫുട്ബോൾ മത്സരം കാണാൻ പോയ കുഞ്ഞു മെസ്സി. സഹോദരങ്ങൾ കളിച്ചിരുന്ന ടീമിൽ ആളെണ്ണം കുറവായതിനാൽ അവൻ ഗ്രൗണ്ടിൽ ഇറങ്ങുകയായിരുന്നു. ഇത്തിരി കുഞ്ഞനായ കളിക്കാരനെ ആദ്യഘട്ടത്തിൽ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ പിന്നീടങ്ങോട്ട് കളിയുടെ നിയന്ത്രണം അവൻ ഏറ്റെടുത്തു. ആ അത്ഭുത പ്രകടനം ഗ്രാൻഡോളി ക്ലബ്ബിൽ മെസ്സിക്ക് സ്ഥിരമായ ഒരിടം നേടിക്കൊടുത്തു. അതോടെ ഫുട്ബോൾ അവന്റെ ജീവശ്വാസമായി. റൊസാരിയോയിലെ തെരുവോരങ്ങളിലൂടെ അവൻ ഫുട്ബോളുമായി ഓടി നടന്നു. കൂട്ടുകാരോടൊപ്പം തെരുവോരങ്ങളിലും കളിസ്ഥലങ്ങളിലും അവൻ പന്ത് തട്ടി. ഫുട്ബോളിനോടുള്ള തീവ്രമായ പ്രണയം കുഞ്ഞു മെസ്സിയിൽ പടർന്നു പിടിക്കുകയായിരുന്നു. ഗ്രാൻഡോളി ക്ലബ്ബിന് നിരവധി വിജയങ്ങൾ അവൻ നേടിക്കൊടുത്തു. പ്രദേശത്തെ ക്ലബ്ബ് മത്സരങ്ങളിൽ അവനൊരു സ്റ്റാർ പ്ലെയറായി മാറിയത് വളരെ പെട്ടെന്നാണ്. മെസ്സിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ പിതാവ് ജോർജ് മെസ്സി മകന് കൂടുതൽ മികച്ച പരിശീലനവും പ്രൊഫഷണൽ സാധ്യതകളുമുള്ള ഒരു വലിയ ക്ലബ്ബിൽ അവസരം നൽകണമെന്നാഗ്രഹിച്ചു. അദ്ദേഹം മെസ്സിയെ ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് ക്ലബ്ബിൽ എത്തിക്കുകയും ചെയ്തു. റൊസാരിയോയിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായ 2 ക്ലബ്ബുകളിൽ ഒന്നായിരുന്നു അത്. മെസ്സി കുടുംബം പരമ്പരാഗതമായി ന്യൂവെൽസിന്റെ ആരാധകരാണ്. ചെറിയ കാലം കൊണ്ട് തന്നെ മെസ്സി തന്റെ കഴിവ് തെളിയിച്ചു. ക്ലബ്ബിൽ അവൻ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ശരീരവലിപ്പം കുറഞ്ഞ അവൻ പന്തുകൊണ്ട് അത്ഭുതം കാട്ടുന്നത് കാണികളെ അത്ഭുതപ്പെടുത്തി. മെസ്സിയുടെ പ്രതിഭ തിരിച്ചറിഞ്ഞ ക്ലബ്ബ് അധികൃതർ അവന് ടീമിലെടുത്തു. 7-ാമത്തെ വയസ്സിൽ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിന്റെ യൂത്ത് സിസ്റ്റത്തിൽ ചേർന്ന മെസ്സി അവിടെയാണ് തന്റെ കഴിവുകൾ കൂടുതലായി വികസിപ്പിച്ചത്. ദി മെഷീൻ ഓഫ് 87 എന്ന അവരുടെ പ്രസിദ്ധമായ യുവ ടീമിന്റെ ഭാഗമായി മെസ്സി മാറി. പ്രാദേശിക മത്സരങ്ങൾക്കപ്പുറം മെസ്സി തന്റെ കുട്ടിക്കാലത്ത് പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം പെറുവിൽ വച്ച് നടന്ന ഫ്രണ്ട്ഷിപ്പ് കപ്പ് അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റായിരുന്നു. അതിവേഗത്തിൽ എതിരാളികൾക്ക് മുൻപിലൂടെ പാഞ്ഞ് അവരെ വെട്ടിച്ചു കടന്ന് ഗോൾ വലയിലേക്ക് പന്ത് പായിക്കുന്ന മെസ്സിയെ അന്ന് ഫുട്ബോൾ ലോകം അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു അവൻ. പക്ഷേ കളി മികവിൽ അവനോളം ഉയർന്നയാരും അക്കൂട്ടത്തിലുണ്ടായിരുന്നില്ല. മിന്നൽ വേഗത്തിലായിരുന്നു അവന്റെ നീക്കങ്ങൾ. നിരവധി ഗോളുകൾ നേടുകയും മെസ്സി ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. വിജയശ്രീലാളിതനായി തിരികെ എത്തിയ കുഞ്ഞു മെസ്സിയെയും സംഘത്തെയും റൊസാരിയോക്കാർ കയ്യടികളോടെ സ്വീകരിച്ചു. ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് ക്ലബ്ബിനു വേണ്ടി വീണ്ടും പല മത്സരങ്ങളിലും മെസ്സി പങ്കെടുത്തു. അവരുടെ ജൂനിയർ ടീമിലെ സ്റ്റാർ പ്ലെയറായി മെസ്സി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. മകന്റെ പ്രകടനങ്ങളിൽ പിതാവ് ജോർജ് അഭിമാനം കൊണ്ടു. പക്ഷേ അദ്ദേഹത്തെ അപ്പോഴേക്കും മറ്റൊരാശങ്ക പിന്തുടരുന്നുണ്ടായിരുന്നു. മെസ്സിക്ക് 10 വയസ്സായിട്ടും അവന് സമപ്രായക്കാരായ കുട്ടികൾക്കുള്ളത്ര ശരീര വളർച്ച ഉണ്ടായിരുന്നില്ല. മകന് വളർച്ചാ മുരടിപ്പുണ്ടെന്ന് ജോർജിന് തോന്നി. വിദഗ്ധനായ ഒരു ഡോക്ടറുടെ അഭിപ്രായം തേടാൻ അദ്ദേഹം ഉറപ്പിച്ചു. ജോർജ് മകനുമൊത്ത് ആശുപത്രിയിലേക്കെത്തി. ഡോക്ടർമാർ വിശദമായി കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി. ജോർജിന്റെ ആശങ്കകൾ വെറുതെയായിരുന്നില്ല. വിദഗ്ധ പരിശോധനകൾക്കൊടുവിൽ ഡോക്ടർമാർ മെസ്സിക്ക് വളർച്ചാ ഹോർമോൺ കുറയുന്ന അപൂർവ രോഗം സ്ഥിരീകരിച്ചു. കായികരംഗത്ത് വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആ കുട്ടിക്കും കുടുംബത്തിനും അത് വലിയ തിരിച്ചടിയായിരുന്നു. ഉയരം വയ്ക്കാതിരുന്നാൽ അവൻ ഫുട്ബോൾ മൈതാനത്ത് കായികശേഷിയിലും ശക്തിയിലും മറ്റുള്ളവരെക്കാൾ പിന്നോട്ടു പോകും. ചികിത്സിക്കാതിരുന്നാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാവുന്ന ഒന്നാണ് അസുഖമെന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു.
വളർച്ചാ മുരടിപ്പ് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അസുഖമാണെന്ന് ജോർജ് മെസ്സിയോടും ഭാര്യയോടും ഡോക്ടർ പറഞ്ഞു. കുഞ്ഞു മെസ്സിക്ക് അതെല്ലാം അമ്പരപ്പോടെ കേട്ടിരിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. തനിക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയില്ലേ എന്ന് മാത്രമായിരുന്നു അവന് ചോദിക്കാനുണ്ടായിരുന്നത്. കൃത്യമായ ചികിത്സയിലൂടെ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ അവനെ ആശ്വസിപ്പിച്ചു. മുന്നോട്ടുള്ള ചികിത്സയുടെ രീതികളും കാര്യങ്ങളും ദമ്പതികളോട് ഡോക്ടർ വിശദീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചതോടെ അടുത്ത 3 വർഷത്തേക്ക് കൃത്യമായി ഹോർമോൺ കുത്തിവയ്പ് ചികിത്സ നൽകണം. ഡോക്ടർ പരിഹാരം നിർദ്ദേശിച്ചെങ്കിലും ജോർജിന്റെ ആശങ്കകൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. ചികിത്സയുടെ ഭീമമായ ചെലവാണ് അയാളെ ആശങ്കപ്പെടുത്തിയത്. പ്രതിമാസം ഏകദേശം 1000 പെസോസ് മരുന്നുകൾക്ക് വേണ്ടി മാത്രം ചെലവാക്കണം. ഈ ചികിത്സാ ചെലവ് സ്റ്റീൽ ഫാക്ടറി മാനേജരായ ജോർജ് മെസ്സിയുടെ ശമ്പളത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് ക്ലബ്ബ് ആദ്യം സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും പിന്നീടവർ ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി. മകനെ രക്ഷിക്കാൻ പണം കണ്ടെത്താനായി ജോർജ് മെസ്സി മറ്റു വഴികൾ തേടി. അയാൾക്ക് കഴിയുന്നിടത്തു നിന്നെല്ലാം പണം വാങ്ങി മകന് മരുന്നുകൾ നൽകി. തനിക്ക് വേണ്ടത്ര വളർച്ചയില്ല എന്നത് മെസ്സിയെയും ആശങ്കപ്പെടുത്തി തുടങ്ങിയിരുന്നു. തന്റെ മുറിയിലെ ഭിത്തിയിൽ അവൻ ഉയരമടയാളപ്പെടുത്തി. ഓരോ ദിവസവും തനിക്ക് പൊക്കം വെച്ചോ എന്ന് അവൻ പരിശോധിക്കും. 10ാം വയസ്സിൽ തന്നെ ഒറ്റയ്ക്ക് കാലിൽ ഗ്രോത്ത് ഹോർമോൺ ഉൾപ്പെടെയുള്ള മരുന്നുകൾ കുത്തിവെച്ചു തുടങ്ങി. തന്റെ മകന്റെ ദുരിതം കണ്ട് അമ്മ സെലിയ കണ്ണീർ വാർത്തു. അവളവന് ആത്മവിശ്വാസം പകർന്നു. മകന് ചികിത്സ നൽകാൻ പണമില്ലാതെ വലഞ്ഞ ജോർജ് മെസ്സി രാജ്യത്തെ പ്രമുഖ ക്ലബ്ബുകളുടെ വാതിലുകൾ മുട്ടി. അർജന്റീനയിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്നായ റിവർ പ്ലേറ്റ് മെസ്സിയുടെ അസാമാന്യ പ്രതിഭയിൽ ആകൃഷ്ടരായിരുന്നു. പ്ലേമേക്കർ പാബ്ലോ ഐമാർ അടക്കമുള്ള പ്രമുഖരെ വാർത്തെടുത്ത പ്രശസ്തമായ ക്ലബ്ബാണത്. അവരുടെ സ്പോൺസർഷിപ്പ് കിട്ടിയാൽ മകന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ജോർജ് ഉറപ്പിച്ചു. അദ്ദേഹം ക്ലബ്ബുമായി ബന്ധപ്പെടുകയും മകനെ ട്രയൽ മത്സരത്തിൽ പങ്കെടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. ട്രയൽ മത്സരത്തിൽ മെസ്സി നേടിയ 4 ഗോളുകൾ കണ്ടതോടെ അവനെ ടീമിലെടുക്കാൻ അവർ തയ്യാറായി. മാത്രമല്ല, റിവർ പ്ലേറ്റ് ക്ലബ്ബ് ചികിത്സയുടെ ചെലവുകൾ പൂർണ്ണമായി ഏറ്റെടുക്കാമെന്ന് വാഗ്ദാനവും നൽകി. എല്ലാം ശരിയായെന്ന് മെസ്സി കുടുംബം ആശ്വസിച്ചു. എന്നാൽ മെസ്സി കളിച്ച പഴയ ക്ലബ്ബായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് ഒരു തടസ്സമായി നിന്നു. മെസ്സിയുടെ ട്രാൻസ്ഫർ പൂർത്തിയാക്കാനാവശ്യമായ പ്ലെയർ കാർഡ് അവർ വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചു. സ്വന്തം രാജ്യത്ത് ഇഷ്ട ക്ലബ്ബിൽ കളിക്കാനുള്ള അവസരം മെസ്സിക്കൊരു സാങ്കേതിക തടസ്സത്താൽ ഇല്ലാതായതോടെ ജോർജ് വീണ്ടും മറ്റു വഴികൾ തേടി തുടങ്ങി. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ജോർജ് തന്റെ മകന് ഒരു സൈക്കിൾ വാങ്ങി നൽകി. വളർച്ചക്കുറവ് നേരിടുന്ന മെസ്സി ഉയരമേറിയ സൈക്കിളുമായി റൊസാരിയോയിലെ തെരുവുകളിലൂടെ അലഞ്ഞു. സമപ്രായക്കാരായ കുട്ടികളുടെ കളിയാക്കലുകൾ അവന് നേരിടേണ്ടി വന്നു. പലപ്പോഴും അവർ അവനെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും തർക്കത്തിലേർപ്പെടുകയും ചെയ്തു. കുട്ടികൾ തമ്മിലുള്ള തർക്കങ്ങൾ പലപ്പോഴും കയ്യാങ്കളിയിലാണ് അവസാനിക്കുക. പരിക്കുകളോടെ തിരികെ വീട്ടിലേക്കെത്തുന്ന മകനെ അമ്മയും അച്ഛനും ഗുണദോഷിച്ചെങ്കിലും അവർക്ക് അവന്റെ അവസ്ഥ മനസ്സിലാകുമായിരുന്നു. മെസ്സിയുടെ അടുത്ത സുഹൃത്താണ് ലൂക്കാസ് സ്കാഗ്ലിയ. പലപ്പോഴും മെസ്സി അവന്റെ വീട്ടിൽ പോകും.
ഫുട്ബോൾ മാച്ചുകൾ ടിവിയിൽ കാണുകയും ഗെയിമുകൾ കളിക്കുകയുമായിരുന്നു ലക്ഷ്യം. ആ യാത്രകൾക്കിടയിലാണ് ലൂക്കാസ് കാഗ്ലിയയുടെ കസിൻ അന്റോണെല്ല റൊക്കോസോയെ മെസ്സി കാണുന്നത്. അതവന്റെ ആദ്യ പ്രണയമായി വളരുകയായിരുന്നു. കളിയാക്കലുകൾ നൽകിയ വേദനകൾക്കിടയിലും ആന്റോണെല്ലയുടെ സാമീപ്യം ലിയോയ്ക്ക് വലിയ ആശ്വാസമായി. പക്ഷെ അപ്പോഴേക്കും മെസ്സിയുടെ ജീവിതത്തിലേക്ക് മറ്റൊരു ദുരന്തം വന്നു കഴിഞ്ഞിരുന്നു. തന്റെ എല്ലാമെല്ലാമായ മുത്തശ്ശിയുടെ മരണം. അവനെ ആദ്യമായി ഒരു പ്രൊഫഷണൽ ഗെയിമിനിറക്കിയത് മുത്തശ്ശിയായിരുന്നു. അവരുടെ വേർപാട് അവനെ തളർത്തി. റൊസാരിയോയിലെ പല പ്രദേശങ്ങളിലെയും ഫുട്ബോൾ കളികൾ കാണാൻ അവനെ കൈപിടിച്ചു നടത്തിയത് മുത്തശ്ശിയാണ്. ഹോർമോൺ പ്രശ്നവും മുത്തശ്ശിയുടെ മരണവും എല്ലാം കൂടി കുഞ്ഞു മെസ്സിയെ വല്ലാതെ വിഷമിപ്പിച്ചു. എങ്കിലും അവൻ ഫുട്ബോൾ മത്സരങ്ങളിൽ പതിവായി പങ്കെടുത്തു. വിജയശേഷം അവൻ ഗ്യാലറിയിൽ മുത്തശ്ശിയെ പരതി. മുത്തശ്ശിയുടെ ഓർമ്മയ്ക്കവൻ ആകാശത്തേക്ക് നോക്കി കൈ ഉയർത്തി. അത് പിന്നീടൊരു പതിവായി മാറുകയായിരുന്നു. ജോർജ് അപ്പോഴും മകന്റെ ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ ആശങ്കയിലാണ്. സ്വന്തം രാജ്യത്ത് ചികിത്സാ ചെലവ് വഹിക്കാൻ ആരുമില്ല. ജോർജ് 13 വയസ്സുള്ള മകനുമൊത്ത് സ്പെയിനിലേക്ക് പോയി. ബാഴ്സലോണയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 2000 സെപ്റ്റംബറിൽ മെസ്സി ബാഴ്സലോണയുടെ യൂത്ത് അക്കാഡമിയിൽ ട്രയൽസിനായി എത്തി. 13 വയസ്സുകാരനായ കുട്ടിയുടെ കളി കണ്ട പരിശീലകൻ അമ്പരന്നു. എതിരാളികളെ അതിവേഗത്തിൽ കബളിപ്പിക്കാനുള്ള അവന്റെ കഴിവും പന്തിലുള്ള നിയന്ത്രണവും ലക്ഷ്യബോധവുമെല്ലാം അവർക്ക് അവിശ്വസനീയമായിരുന്നു. അക്കാഡമി കായിക ഡയറക്ടറായിരുന്ന കാർലസ് റെക്സാച്ച് മെസ്സിയുടെ കളി കണ്ട് ഞെട്ടി. അവനെ എന്ത് വില കൊടുത്തും സ്വന്തമാക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. വളർച്ചാ പ്രശ്നമുണ്ടെങ്കിലും ചികിത്സയിലൂടെ അത് പരിഹരിക്കാൻ കഴിയുമെന്നും അവന്റെ സ്വാഭാവികമായ കഴിവുകൾ ഭാവിയിൽ ക്ലബിന് മുതൽക്കൂട്ടാകുമെന്നും അവർ തിരിച്ചറിഞ്ഞു. പക്ഷേ പല സാങ്കേതിക തടസ്സങ്ങളും ഉയർന്നു വന്നു. അതിനാൽ ട്രയൽസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും ക്ലബ് ഔദ്യോഗികമായി കരാർ നൽകാൻ കാലതാമസം വരുത്തി. ഈ സമയത്ത് മകന്റെ അവസരം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന ജോർജ് മെസ്സി റെക്സാച്ചിനോട് അടിയന്തരമായി തീരുമാനമുണ്ടാകണമെന്നറിയിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2000 ഡിസംബർ 14 ജോർജ് മെസ്സിയും റെക്സാച്ചും ഒരു റെസ്റ്റോറന്റിൽ കൂടിക്കാഴ്ച നടത്തി. മറ്റ് രേഖകളൊന്നും കയ്യിലില്ലാതിരുന്ന റെക്സാച്ച് അടുത്തുള്ള ഒരു നാപ്കിനെടുത്ത് അതിൽ കരാർ എഴുതി ഒപ്പിട്ടു. മെസ്സിയെ അക്കാഡമിയിൽ എടുക്കുന്നതിന്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു. ബാഴ്സലോണ ക്ലബ് അവന്റെ ചികിത്സാ ചെലവുകൾ വഹിക്കും. അങ്ങനെ മെസ്സിക്ക് ബാഴ്സലോണയുടെ യൂത്ത് അക്കാഡമിയിൽ പ്രവേശനം ലഭിച്ചു. ഇത് ക്ലബ്ബ് മെസ്സിയുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കുന്നതിനും അദ്ദേഹത്തെ സ്പെയിനിലേക്ക് സ്ഥിരമായി കൊണ്ടുവരുന്നതിനും വഴിയൊരുക്കി. മെസ്സി ബാഴ്സലോണയുടെ യൂത്ത് അക്കാഡമിയായ ലാ മാസിയയിൽ ചേർന്നു. സ്പെയിനിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. എന്നാൽ പുതിയ ജീവിതം അവനത്ര എളുപ്പമായിരുന്നില്ല. ഭാഷയും സംസ്കാരവും സൗഹൃദ വലയങ്ങളുമെല്ലാം പുതിയതായിരുന്നു. റൊസാരിയോയിലെ തെരുവുകളിൽ പന്ത് കളിച്ചു വളർന്ന പയ്യൻ വലിയൊരു വിദേശ നഗരത്തിന്റെ ചിട്ടവട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാഴ്സലോണയുടെ പൂർണ്ണ ചുമതലയിൽ മെസ്സിയുടെ ഹോർമോൺ ചികിത്സ മുടക്കമില്ലാതെ തുടർന്നു. വലിയ വിലയുള്ള മരുന്നുകൾ അവൻ ദിവസവും കാലിൽ സ്വയം കുത്തിവെക്കുന്ന ശീലം തുടർന്നു. അച്ചടക്കമുള്ള പരിശീലനത്തിന്റെയും കൃത്യമായ ചികിത്സയുടെയും ഫലമായി മെസ്സിയുടെ ശാരീരികാവസ്ഥ മെച്ചപ്പെട്ടു. അവൻ കൂടുതൽ കരുത്തനായി.
2001 ഫെബ്രുവരിയിൽ മെസ്സി കുടുംബം ബാഴ്സലോണയിലേക്ക് താമസം മാറി. ക്ലബിന്റെ സ്റ്റേഡിയമായ ക്യാമ്പ് റൗവിനടുത്ത് അവരൊരു അപ്പാർട്ട്മെന്റ് എടുത്തു. ന്യൂവെൽസുമായുള്ള ചില ട്രാൻസ്ഫർ തർക്കം കാരണം മെസ്സിക്ക് പ്രധാന ടീമിനായി കളിക്കാൻ കഴിഞ്ഞില്ല. സൗഹൃദ മത്സരങ്ങളിലും കറ്റാലൻ ലീഗിലും മാത്രമേ അവന് കളിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. കളിക്കളത്തിൽ നിന്ന് മാറി നിന്നത് അവനെ മറ്റ് ടീം അംഗങ്ങളുമായി അടുപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കി. കുറച്ചു നാളുകൾക്ക് ശേഷം അമ്മയും സഹോദരന്മാരും ജോർജിനെയും മെസ്സിയെയും ബാഴ്സലോണയിൽ തന്നെ തുടരാൻ അനുവദിച്ച് നാട്ടിലേക്ക് മടങ്ങി. തന്റെ പഴയ ക്ലബിനെയും നാടിനെയും നാട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും എല്ലാം പിരിഞ്ഞു കഴിയുന്നത് മെസ്സിയിൽ ചെറിയ അസ്വസ്ഥതയുണ്ടാക്കി.